Good morning students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്റർ 4 ആയിട്ടുള്ള അഗ്രിഗേറ്റ് പ്ലാനിങ്ങിലെ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ തന്നെ അതിൻ്റെ അർത്ഥം ഉളവാകുന്നുണ്ട്. എന്താണ് മെറ്റീരിയൽസ് നമ്മുടെ കമ്പനിയിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ കമ്പനിയിൽ മാനുഫാക്ചറിങ് യൂണിറ്റിൽ എത്രത്തോളം മെറ്റീരിയൽസ് വേണം എന്നുള്ളതിനെക്കുറിച്ചുള്ള പ്ലാനിങ് ആണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാത്രമല്ല നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അഗ്രിഗേറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് നമ്മൾ പ്രോ ആക്റ്റീവായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെയൊക്കെ കൃത്യമായിട്ട് നമ്മളൊരു പ്ലാൻ ചെയ്ത് പ്രോപ്പറായിട്ട് വെച്ച് പോകുന്നു എന്നുള്ളൊരു കാര്യമായിരുന്നു. നമ്മൾ പ്രീവിയസ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ MPSനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞ നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ചാണ്. സോ നമ്മുടെ കമ്പനിക്ക് എത്രത്തോളം മെറ്റീരിയൽസ് ഇനി ആവശ്യമാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്ങിലൂടെ. ബിക്കോസ് നമുക്ക് അറിയണം നമുക്ക് എത്രത്തോളം, വെറുതെ നമ്മൾ സ്റ്റോക്ക് കുറേ വാങ്ങി വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് കൃത്യമായിട്ടുള്ള സമയത്ത് നമുക്ക് സാധനങ്ങൾ അവൈലബിൾ ആയിരിക്കണം. അവിടെ ഒരു ഡിഫിക്കൽട്ടി വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടെങ്കിലും വി ഹാവ് ടു പേ ദ സപ്ലയർ ദ മണി അല്ലേ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും ഈ ഒരു മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്ങിലൂടെ. ആദ്യം പറയുന്നത് എന്താണ്? MRP സ്റ്റാൻഡ്സ് ഫോർ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്. It is a system for determining the materials and components needed to manufacture a product. Usually this system utilized by a manufacturing company. ഇവിടെ എന്താ പറയുന്നത്? MRP is a system for determining the materials and components needed to manufacture. കണ്ടോ എത്രത്തോളം മെറ്റീരിയൽസാണ്, ആ മെറ്റീരിയൽസോട് മാത്രമല്ല അതിനോട് ബന്ധപ്പെട്ട് വേറെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വേണ്ടത് എന്നുള്ള വളരെ വിശദമായ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ രേഖപ്പെടുത്തുകയല്ല, അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെയാണ് നമ്മളിവിടെ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇതിലോടുകൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ പറയുന്ന ഒരു കാര്യം എന്താണ്? യൂഷ്വലി ദിസ് സിസ്റ്റം യൂട്ടിലൈസ്ഡ് ബൈ എ മാനുഫാക്ചറിങ് കമ്പനി. അപ്പോൾ ഈ MRP എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു സർവീസ് മേഖലയിലല്ല നമ്മളിത് യൂസ് ചെയ്യുക, പകരം നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഉൽപ്പാദനം ചെയ്യുന്ന കമ്പനികളിലാണ് നമ്മൾ MRP കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം അവിടെയാണിത് വെച്ചിട്ട് ഈ ഒരു MRP എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഗുണമുണ്ടാകുന്നുള്ളൂ. പിന്നെ പറയുന്നത് എന്താണ്? MRP is material planning methodology developed in the 1970s making use of computer technology. MRP is an inventory system that is computer based and used to manage the manufacturing process. അപ്പോൾ ഇതൊരു 1970s ഒരു കമ്പ്യൂട്ടർവൽക്കരിക്കപ്പെട്ട് കമ്പ്യൂട്ടറിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു MRP. അപ്പോൾ കൃത്യമായിട്ട് നമുക്കപ്പോൾ ഒരു ഐഡിയ കിട്ടും എത്രത്തോളം മെറ്റീരിയൽസ് ഉണ്ട്, എത്രത്തോളം കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതെല്ലാം. റാദർ ദാൻ ഹ്യൂമൻസ് ഇത് കൃത്യമായിട്ട് കമ്പ്യൂട്ടർ ഇതൊരു സിസ്റ്റം, ഈ ഒരു MRP എന്ന് പറയുന്ന സിസ്റ്റത്തിലൂടെ നമുക്ക് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. എത്ര മെറ്റീരിയൽസ് വേണം, അല്ലെങ്കിൽ നമ്മുടെ മെഷീന് എന്തെല്ലാം കമ്പോണൻസ് ആണ് നമുക്ക് ആവശ്യം എന്നുള്ള വളരെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നു ഈ ഒരു MRP എന്ന് പറഞ്ഞ ഈ ഒരു സിസ്റ്റത്തിലൂടെ. പിന്നെ പറയുന്നത് എന്താണ്? കൺസിസ്റ്റ് ഓഫ് 3 കമ്പോണൻറ്റ് സ്റ്റെപ്സ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ടേക്കിംഗ് ഇൻവെൻട്രി ഓഫ് ദ മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻറ്റ്സ് ഓൺ ഹാൻഡ്. സെക്കൻഡ് വൺ എന്താണ്? ഐഡൻറ്റിഫൈങ് വിച്ച് അഡീഷണൽ ഓർ ആർ നീഡഡ് ആൻഡ് ദെൻ ഷെഡ്യൂളിംഗ് ദെയർ പ്രൊഡക്ഷൻ ടു പർച്ചേസ് എന്നിവിടെ പറയുന്നുണ്ട്. പിന്നെന്താണ് ഇവിടെ? അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുന്നൊരു കാര്യം എന്താണ്? ടേക്കിംഗ് ഇൻവെൻട്രി ടു ദ മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻറ്റ്സ് ഓൺ ഹാൻഡ്, ഐഡൻറ്റിഫൈങ് വിച്ച് അഡീഷണൽ കോർസ് ആർ നീഡഡ് ആൻഡ് ദെൻ ഫൈനലി ഷെഡ്യൂളിംഗ് ദെയർ പ്രൊഡക്ഷൻ പർച്ചേസ്. അപ്പോൾ ഈ 3 പ്രൈമറി സ്റ്റെപ്സാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിവിടെ നോക്കുന്നത്, MRPയിൽ പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ MRP ബ്രേക്സ് ഡൗൺ ഇൻവെൻട്രി റിക്വയർമെൻറ്റ്സ് ഇൻ ടു സെപ്പറേറ്റ് സ്റ്റേജസ്. ദിസ് ഹെൽപ്സ് ടു മാനേജ് പ്രൊഡക്ഷൻ ആൻഡ് കീപ്പ് ഇറ്റ് ഫ്ലോയിങ് അറ്റ് ആൻ ഈവൺ ബേസിസ്. ഒരു കൃത്യമായിട്ടുള്ളൊരു ഈവൺ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ പ്രൊഡക്ഷന് വേണ്ട കാര്യങ്ങൾ, പ്രൊഡക്ഷന് വേണ്ട ഇൻവെൻട്രീസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് നമുക്ക് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്കിതിലൂടെ അറിയാനായിട്ട് സാധിക്കും. In simple words, material requirement planning is a technique for determining when to order for materials and how to reschedule orders to adjust with changing needs. എപ്പോഴാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ ടെക്നിക്കുകൾ എപ്പോഴൊക്കെയാണ് നമുക്ക് ഓർഡർ ചെയ്യേണ്ടത് മെറ്റീരിയൽസിനെ, മാത്രമല്ല ഹൗ ടു റീഷെഡ്യൂൾ
ഓർഡേഴ്സ് ടു അഡ്ജസ്റ്റ് വിത്ത് ചേഞ്ചിങ് നീഡ്സ്. രണ്ടാമത് നമ്മൾ വീണ്ടും റീഷെഡ്യൂൾ ചെയ്യണം. ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടതാണെങ്കിൽ നമ്മളത് റീഷെഡ്യൂൾ ചെയ്യണം. അത് എങ്കിലാണ് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷനിൽ കയറ്റാൻ പറ്റുള്ളൂ മെറ്റീരിയൽസ്, അല്ലേ? അപ്പോൾ അതാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതാണ് ഇൻ സിമ്പിൾ വേർഡ്സ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആവശ്യമുള്ള സമയത്ത് കൂടുതൽ മെറ്റീരിയൽസ് നമുക്ക് എത്തിക്കണം. അതേസമയം തന്നെ മാർക്കറ്റ് ഡിമാൻഡ് കുറവാകുമ്പോൾ നമ്മൾ അതനുസരിച്ച് റിക്വയർമെൻറ്റ്സ് നമ്മൾ കുറയ്ക്കുകയും വേണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് MRP എന്ന് പറഞ്ഞ ഏരിയയാണ്. ഫസ്റ്റ് വൺ എന്താണ്? ടു റെഡ്യൂസ് ദ ഇൻവെൻട്രി കോസ്റ്റ് ആസ് ലോ ആസ് പോസിബിൾ. പരമാവധി പൈസ ചുരുക്കുക. ഇൻവെൻട്രിക്ക് വേണ്ടി ചിലവാക്കുന്ന പൈസ കോസ്റ്റ് അല്ല അത് കുറയ്ക്കുക. പിന്നെ പറയുന്നത് എന്താണ്? ടു മീറ്റ് ദ ഡെലിവറി ഷെഡ്യൂൾ ഓൺ പ്രോപ്പർ ടൈം ഫിക്സ്ഡ്, അല്ലേ? നമ്മൾ കൃത്യമായിട്ടുള്ള നമ്മൾ ഡെലിവറി ഷെഡ്യൂൾസ് നമ്മൾ കൃത്യമായ സമയം നമുക്കത് പാലിക്കാനായിട്ട് ഇതിലൂടെ നമുക്ക് സാധിക്കും. പിന്നെ പറയുന്നതാണ് ടു ഹാവ് ഓൾ റിക്വയർമെൻറ്റ്സ് ഓഫ് കമ്പോണൻസ് അവൈലബിൾ അറ്റ് റൈറ്റ് പ്ലേസ്, റൈറ്റ് ക്വാണ്ടിറ്റി ആൻഡ് അറ്റ് റൈറ്റ് ടൈം. നമുക്ക് വേണ്ട എല്ലാ റിക്വയർമെൻറ്റ്സ്, അല്ലേ? നമ്മുടെ മെറ്റീരിയൽസിന് വേണ്ട എല്ലാ റിക്വയർമെൻറ്റ്സും കൃത്യമാർന്ന സമയത്ത്, കൃത്യമാർന്ന നേരത്ത്, കൃത്യമാർന്ന അളവിൽ നമുക്ക് സാധനങ്ങൾ അവൈലബിൾ ആവണം. അപ്പോൾ അതൊരു മറ്റൊരു ഒബ്ജക്റ്റീവാണ് ഈ ഒരു MRPയുടെ. പിന്നെ നാലാമത് പറയുന്നത് എന്താണ്? ടു സ്ട്രാറ്റജിക്കലി എൻഹാൻസ് ദി എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റം. നമ്മുടെ പ്രൊഡക്ഷൻ സിസ്റ്റത്തിന് കുറച്ചും കൂടി കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാനായിട്ട് ഈ ഒരു MRP നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. അത് നിലവിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അഞ്ചാമത് പറയുന്നതാണ് ടു എൻഷുർ ദ മെറ്റീരിയൽസ് ആർ റെഡി ടു മാനുഫാക്ചർ ആൻഡ് മീറ്റ് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ടു എൻഷുർ ദ മെറ്റീരിയൽസ് ആർ നീഡഡ് ടു മാനുഫാക്ചർ ആൻഡ് മീറ്റ് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടതൊക്കെ എവിടെയാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി, അതുമാത്രമല്ല നമ്മുടെ ഡിമാൻഡും സപ്ലൈക്ക് അനുസരിച്ച് നമുക്കിതെല്ലാം അവിടെ മീറ്റപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. സിക്സ്ത് വൺ എന്താണ്? ടു റീഷെഡ്യൂൾ ഇറ്റ് സെൽഫ് വെൻ എ ഷോർട്ടേജ് ഒക്കേഴ്സ്. പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് വേഗം അത് റീഷെഡ്യൂൾ ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഷോർട്ടേജ് വരുന്ന നേരത്ത് നമുക്കത് വേഗം റീഷെഡ്യൂൾ ചെയ്ത് വേഗം അവൈലബിൾ ആക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ നമ്മൾ മാറ്റാനായിട്ടും ഈ MRP നമുക്ക് യൂസ്ഫുൾ ആയിട്ട് മാറണം. അപ്പോഴാണ് നമുക്ക് അവിടെ വേറൊരു നമുക്ക് സമയം പാഴാവാണ്ട് നമുക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോവാനായി പറ്റുള്ളൂ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ. ഏഴാമത് പറയുന്നതാണ് ടു ഓർഡർ ദ ഇൻവെൻട്രി അറ്റ് ദ ടൈം ദാൻ ദാറ്റ് ഓഫ് ഡൂയിങ് തിങ്സ് പ്രയർ. എന്താണ്? ടു ഓർഡർ ദ ഇൻവെൻട്രി അറ്റ് ദ ടൈം ദാൻ ദാറ്റ് ഓഫ് ഡൂയിങ് തിങ്സ് പ്രയർ. അപ്പോൾ ആ ഒരു സമയത്തായിട്ട് നമുക്ക് സാധനങ്ങൾ അവൈലബിൾ ആവണം. അല്ലാണ്ട് നമ്മൾ മുൻകൂട്ടി തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ വാങ്ങി വെച്ചിട്ട് ഇൻവെൻട്രി വാങ്ങി വെച്ചിട്ട് കാര്യമില്ല, അല്ലേ? അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സാണ് ഈ MRPയുടെ. വേണ്ട സമയത്ത് കൃത്യമാർന്ന അളവിൽ കൃത്യമാർന്ന നേരത്തെ നമുക്ക് സാധനം അവൈലബിൾ ആവണം. അല്ലാണ്ട് നമ്മൾ കുറേ മെറ്റീരിയൽസ് വാങ്ങി വെച്ചിട്ട് നമുക്ക് നഷ്ടം തന്നെയാണ്, അല്ലേ? യെസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ MRPയുടെ ഞാൻ നിങ്ങൾക്ക് ഒരു പിക്ചർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് MRP എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഒരു കാര്യത്തിലേക്ക് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള ഡാറ്റ നമുക്ക് അവൈലബിൾ എവിടെ നിന്നൊക്കെയാണ്? നമുക്ക് ഇൻവെൻട്രി സ്റ്റാറ്റസ് ഫയലിൽ നിന്നും, മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിൽ നിന്നും, ബിൽ ഓഫ് മെറ്റീരിയൽ ഫയലിൽ നിന്നുമുള്ള പല രീതിയിലുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ഗ്യാദർ ചെയ്യാനുണ്ട്. ആ ഗ്യാദർ ചെയ്യുന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ MRP വന്നിട്ട് എത്ര റിക്വയർമെൻറ്റ്സ് നമുക്ക് വേണം എന്നുള്ള ഓർഡർ കൊടുക്കുകയും, അതുപോലെ തന്നെ ഓർഡർ റീഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ ആ റീഷെഡ്യൂൾ ചെയ്യുകയും, പ്ലാൻഡ് ഓർഡേഴ്സ് ഇനി വേണ്ട കൃത്യമായിട്ടുള്ള ഒരു ഓർഡറുകളെ പ്ലാൻ ചെയ്യാനൊക്കെ ഇതിലൂടെ സാധിക്കാം. സോ അപ്പോൾ മറക്കരുത്, MRP എന്നുള്ളത് വർക്കൗട്ട് ആവണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഹാവ് എൻ ഇൻവെൻട്രി സ്റ്റാറ്റസ് ഫയൽ. അല്ല, ഇൻവെൻട്രിയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇൻഫോർമേഷൻസ് കിട്ടിക്കൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ ബിൽ ഓഫ് മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആയിരിക്കണം. ആൻഡ് ദെൻ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളും നമുക്ക് അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ MRP വർക്കൗട്ട് ആകുള്ളൂ എന്നുള്ളതാണ് ഈ പിക്ചറിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കുക. അടുത്തത് സ്റ്റെപ്സ് ഓഫ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിംഗ് ആണ്. ഫസ്റ്റ് വൺ എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? എസ്റ്റിമേറ്റിംഗ് ഡിമാൻഡ് ആൻഡ് ദ മെറ്റീരിയൽസ് റിക്വയർഡ് ടു മീറ്റ് ഇറ്റ്. അപ്പോൾ നമ്മുടെ ഡിമാൻഡ് അതുപോലെ കാര്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട്, എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട്, അല്ലേ, ആസ്പദമാക്കിക്കൊണ്ട് എത്രത്തോളം മെറ്റീരിയൽസ് റിക്വയർഡ് വേണം എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? അലോക്കേറ്റ് ഇൻവെൻട്രി ഇൻ ടു ദ എക്സാക്ട് ഏരിയ ഇറ്റ് ഈസ് നീഡഡ്. എവിടെയൊക്കെയാണ് നമുക്ക് ഇൻവെൻട്രി വേണ്ടത് ആ സ്ഥലങ്ങളിലേക്ക് കൃത്യമായിട്ട് നമുക്ക് അവിടെ എത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഏരിയയിൽ ചില സ്ഥലത്ത് നമുക്ക് സ്റ്റോക്ക് കുറച്ചുണ്ടാവും, ചിലതിൽ തീരെ കുറവായിട്ടുണ്ടാവും. അപ്പോൾ തീരെ കുറവാകുന്ന നേരം നമുക്ക് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ വേണ്ട കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അത് ബുദ്ധിമുട്ടില്ലാണ്ട് മുന്നോട്ട് പോകും, അല്ലേ?
അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? അലേർട്ട് ദ മാനേജേഴ്സ് ഫോർ എനി ഡിലേയ്സ് ആൻഡ് ഈവൻ സജസ്റ്റ് കണ്ടിൻജൻസി പ്ലാൻസ് ഇൻ ഓർഡർ ടു മീറ്റ് ബിൽഡ് ഡെഡ്ലൈൻസ്. അലേർട്ട് മാനേജേഴ്സ് ഫോർ എനി ഡിലേ. ഇപ്പോൾ മാനേജർമാർ ഓക്കെ MRP റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം ഇൻവെൻട്രി സ്റ്റാറ്റസ് ഫയലും MPSഉം അതുപോലെ തന്നെ നമ്മുടെ ബിൽ ഓഫ് മെറ്റീരിയൽസിൻ്റെ ഒക്കെ നമുക്ക് അവിടെ കയ്യിൽ ഫീഡ് ചെയ്ത് വെച്ചു. ഇനി അതെല്ലാം ഓട്ടോമാറ്റിക് റൺ ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. വി മാനേജേഴ്സ് ഹാവ് ടു കീപ്ലി ഒബ്സർവ് എവിടെയാണ് ഒരു പ്രോബ്ലം വരാൻ സാധ്യതയുള്ളത്, വല്ല ഡിലേ വരാൻ പോകുന്നുണ്ടോ. അതുമാത്രമല്ല, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ MRP എന്ന് പറഞ്ഞ സിസ്റ്റം നമുക്ക് ഇൻഫർമേഷൻസ് തരണം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞു വരുന്ന മറ്റൊരു കാര്യം. ഓക്കെ, അപ്പോൾ അതാകുമ്പോൾ അങ്ങനെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കണ്ടിൻജൻസി ആയിട്ടുള്ള ഒരു വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള സന്ദർഭങ്ങൾ നമുക്ക് കാര്യങ്ങളൊക്കെ നീങ്ങാനായിട്ട് നമുക്കിതിലൂടെ സാധിക്കും. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് MRP എന്നാണ്. ഫസ്റ്റ് വൺ, അഷ്യൂറൻസ് ദാറ്റ് മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻസ് വിൽ ബി അവൈലബിൾ വെൻ നീഡഡ്. ഉറപ്പാണത് അല്ലേ, കൃത്യമായിട്ട് സമയത്ത് സാധനങ്ങൾ കിട്ടുമെന്നുള്ള ഉറപ്പ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണ്? മിനിമൈസ് ഇൻവെൻട്രി ലെവൽ ആൻഡ് കോസ്റ്റ് അസോസിയേറ്റഡ്. ഇൻവെൻട്രി ലെവലിൻ്റെ ഒരു കുറവുകൾ അത് നമുക്കിത് പരമാവധി നികത്താനായിട്ട് ഇതിലൂടെ സാധിക്കും. ചിലവുകൾ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. മൂന്നാമത് എന്താണ്? ഇൻവെൻട്രിക്ക് ഒരു മാനേജ്മെൻറ്റ് നമുക്കിതിലൂടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ നാലാമത് എന്താണ്? റെഡ്യൂസ് കസ്റ്റമർ ലീഡ് ടൈം. ആളുകൾ വെയിറ്റ് ചെയ്ത് നിർത്തുന്ന അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കുറേയൊക്കെ നമുക്കിതിലൂടെ ഒഴിവാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇൻക്രീസ് മാനുഫാക്ചറിങ് എഫിഷ്യൻസി അഞ്ചാമത് പറയുന്നത്. അതായത് മാനുഫാക്ചറിങ് കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും ഈ MRPയിലൂടെ. പിന്നെ പറയുന്നത് ലേബേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നു. ഇൻക്രീസ്ഡ് ഓവറോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങി ആളുകളുടെ സംതൃപ്തി നമുക്ക് ആദ്യം തന്നെ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആക്കി കഴിഞ്ഞാൽ ദേ വിൽ ബി ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഹാപ്പി ആയിരിക്കും. കൃത്യസമയത്ത് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന നേരത്ത് നമുക്ക് സാധനങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ ദേ വിൽ ബി ഹാപ്പി. സോ ഇതൊക്കെ അതിൻ്റെ ഒരു MRP അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെ കമ്പനിക്ക് കിട്ടുന്ന ചില അഡ്വാൻറ്റേജസുകളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. ഡിസ്അഡ്വാൻറ്റേജസ് ഫസ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് എ ഹെവി റിലയൻസ് ഓൺ ഇൻപുട്ട് ഡാറ്റ ആക്യുറസി, ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. അപ്പോൾ ഇത് ഇത്തിരി ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു വലിയ തോതിലുള്ള ഒരു ഡാറ്റ നമുക്കിതിന് വേണ്ടി വേണം ഇവിടെ ആദ്യം പറയുന്ന ഒരു കാര്യമാണ്, ഇൻപുട്ട് ഡാറ്റയുടെ ആക്യുറസിയിൽ നമുക്ക് ഒരു വീഴ്ച വരാൻ പാടില്ല. വീഴ്ച വന്നാൽ അതൊരു വലിയൊരു അടി വരും ഡാറ്റ കിട്ടുന്നതിൻ്റെ ആക്യുറസി ആ ഒരു കൃത്യത, അതിലൊരു മോശം വരാൻ പാടില്ല, അതിനൊരു ഡിഫോൾട്ട് വരാൻ പാടില്ല, അല്ലെങ്കിൽ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിലൊരു പിഴവ് വന്നാൽ ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെ പറയുന്നതാണ് MRP സിസ്റ്റംസ് ക്യാൻ ഓഫൺ ബി ഡിഫിക്കൾട്ട് ആൻഡ് എക്സ്പെൻസീവ് ടു ഇംപ്ലിമെൻറ്റ്. MRP സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ പൈസ ചിലവുള്ള കാര്യമാണ്. ഓക്കെ, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെനി തിങ്സ് ക്യാൻ ബി ഡൺ. അപ്പോൾ ഇതൊരു കോസ്റ്റ് ചിലവാകുന്ന ഒരു കാര്യമാണ് പൈസ കുറച്ചധികം ചിലവാകുന്നൊരു കാര്യമാണ്. പിന്നെ പറയുന്ന മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി വെൻ ഇറ്റ് കംസ് ടു ദി പ്രൊഡക്ഷൻ ഷെഡ്യൂൾ. അതായത് പ്രൊഡക്ഷൻ ഷെഡ്യൂളിൽ നമുക്ക് അധികം ഒരു ഫ്ലെക്സിബിൾ രീതിയിലേക്ക് ഇതിനെ വേഗത്തിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതൊരു സിസ്റ്റമാണ്, ആ സിസ്റ്റത്തിന് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണ് എന്നുള്ള നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ഇൻട്രൊഡ്യൂസസ് ദ ടെംപ്റ്റേഷൻ ടു ഹോൾഡ് മോർ ഇൻവെൻട്രി ദാൻ നീഡഡ്. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ നമുക്കൊരു പ്രേരണ തോന്നുകയാണ്, പിന്നെ വേഗപ്പോൾ സ്റ്റോക്ക് എടുത്ത് വേണ്ടി വരും എന്നുള്ളൊരു പ്രേരണ നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. കാരണം അതൊക്കെ നമുക്ക് കൂടുതൽ ഒരു ടെൻഷൻ കാരണം നമ്മൾ കൂടുതൽ സ്റ്റോക്ക് നമ്മൾ അവൈലബിൾ ആക്കി റെഡിയാക്കി വെക്കും. അപ്പോൾ അതൊരു പോരായ്മയാണ്. ഇനി നമുക്ക് നമ്മുടെ ഹിസ്റ്ററി ഓഫ് MRP നമുക്കൊന്ന് നോക്കാം. ഹിസ്റ്ററി ഓഫ് MRPയിൽ ആദ്യം പറയുന്നത് 1940s and 50s നമ്മൾ ഈ ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ആദ്യം തുടക്കം വരുന്നത്. ഈ ഒരു പരിപാടി, അതായത് ഈ ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം തുടങ്ങിയതിന് ശേഷമാണ് ദേ യൂസ്ഡ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ടു എക്സ്ട്രാപൊളേറ്റ് ഇൻഫോർമേഷൻ ഫ്രം എ ബിൽ ഓഫ് മെറ്റീരിയൽസ് ഫോർ എ സ്പെസിഫൈഡ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഇൻ ടു എ പ്രൊഡക്ഷൻ ആൻഡ് പർച്ചേസിംഗ് പ്ലാൻ. Soon MRP systems expanded to include information feedback loops so that production managers could change and update the system's inputs as needed. അപ്പോൾ 1940കളിലും 1950കളിലുമാണ് ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് ആദ്യം തന്നെ തുടക്കം കുറിച്ച് വരുന്നത്. പക്ഷേ പിന്നീട് പല കാര്യങ്ങൾ അതിന് നമ്മൾ കമ്പ്യൂട്ടർ വൽക്കരിക്കുകയും അത് കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുകയും അതേപോലെ തന്നെ പല രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അവർ നേരിടാൻ വരുന്നുണ്ടായിരുന്നു.
കാരണം എങ്ങനത്തെ ബുദ്ധിമുട്ടുകളാണ് പ്രൊഡക്ഷൻ്റെ ഒരു പ്ലാനിങ്ങിലോ അല്ലെങ്കിൽ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ ഒരു വ്യക്തത കുറവ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് 1970 MRP സിസ്റ്റത്തിന് തുടക്കം വരുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റം വന്നതിലൂടെ നമുക്ക് മാനേജേഴ്സിന് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുകയും പല ഫീഡ്ബാക്ക് കിട്ടുകയും, അപ്പോൾ ഇതൊക്കെ കിട്ടുന്നതിലൂടെ സിസ്റ്റംസ് കുറച്ചും കൂടി പ്രോപ്പറായിട്ട് മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റിയും മെറ്റീരിയൽസിൻ്റെ പർച്ചേസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി വ്യക്തത കൂടുതൽ വരാനായിട്ട് തുടങ്ങിയത്. അടുത്തത് നമ്മൾ നെക്സ്റ്റ് ഇതിൽ നോക്കൂ, MRP പിന്നീട് നെക്സ്റ്റ് ജനറേഷൻ MRP വന്നിട്ട് മാനുഫാക്ചറിങ് റിസോഴ്സസ് പ്ലാനിങ് എന്ന പേരിൽ MRP2 മാനുഫാക്ചറിങ് റിസോഴ്സസ് പ്ലാനിങ് MRP2 എന്നുള്ള പേരിൽ പിന്നീട് അത് ഡെവലപ്പ് ആവാൻ തുടങ്ങി. അത് നമ്മളെവിടേക്കാണ്, അത് മാർക്കറ്റിങ്ങിലും ഫിനാൻസിലും അക്കൗണ്ടിങ്ങിലും എൻജിനീയറിങ്ങിലും ഹ്യൂമൻ റിസോഴ്സുകളിലും അങ്ങനെ എല്ലാ പ്ലാനിങ്ങിനെ ആസ്പദമാക്കി വരുന്ന എല്ലാ മേഖലകളിലും MRP, അതായത് മാനുഫാക്ചറിങ് റിസോഴ്സസ് പ്ലാനിങ്ങിൽ MRP2 വരാനായിട്ട് തുടങ്ങി. അതിൻ്റെ നെക്സ്റ്റ് അപ്ഗ്രേഡഡ് വേർഷനാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ ERP, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. MRP അതായത് മാനുഫാക്ചറിങ് റിസോഴ്സ് പ്ലാനിങ് 2 എന്ന് പറഞ്ഞിട്ട് MRP2 എന്ന് പറഞ്ഞ് കാണുന്നില്ലേ, അതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുകയും ചെയ്യുന്ന എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, which uses computer technology to link the various functional areas across the entire business enterprise as data analysis and technology become more sophisticated and more comprehensive systems. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചരിത്രം നിൽക്കുന്നത്. ആദ്യം ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്നുള്ള കാലഘട്ടമായിരുന്നു. അതിനുശേഷം നമ്മൾ മെറ്റീരിയൽസിൻ്റെ റിക്വയർമെൻറ്റിൻ്റെ ആവശ്യകത കൂടുതൽ അറിയേണ്ടതായിട്ട് വന്നു. അങ്ങനെ MRPക്ക് തുടക്കം കൊള്ളുന്നു 1970s. അതിനുശേഷം മാനുഫാക്ചറിങ് റിസോഴ്സ് പ്ലാനിങ് MRP2 എന്ന പേരിൽ പിന്നീട് കുറച്ചും കൂടി പല മേഖലകളിൽ പ്ലാനിങ്ങിൻ്റെ ഓരോ മേഖലകളിലേക്ക് അത് ഇൻവോൾവ് ആവാൻ തുടങ്ങി. അതിനുശേഷമാണ് അതിൻ്റെ അപ്ഗ്രേഡഡ് ലാസ്റ്റ് ഫോമായി നിൽക്കുന്നതാണ് നമ്മുടെ ERP, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് നമ്മൾ ഇന്നത്തെ ഇതിൽ നമ്മൾ MRPയിലെ ടോപ്പിക്കിൻ്റെ ലാസ്റ്റ് ഡിസ്കസിങ് ഏരിയയാണ് ഇൻപുട്സ് ഓഫ് MRP. നമ്മുടെ ഇതിൽ മറ്റൊരു ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. There are 3 basic inputs of MRP systems and that are Master Production Schedule MPS, Inventory Status File ISF and Bill of Materials BOM. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ ഇൻപുട്സ് ഓഫ് മെറ്റീരിയൽസിൻ്റെ ഒരു പിക്ചറാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് നേരത്തെ, അല്ലേ? ഈ 3 ആരോസും വന്ന് നിൽക്കുന്ന എവിടേക്കാണ്? MRPയിലേക്ക് കണക്ട് ചെയ്യണം, അല്ലേ? സോ അവിടെ നിന്നൊക്കെ കിട്ടുന്ന ഇൻഫോർമേഷൻസാണ് MRPനെ നമ്മൾ മുന്നിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. MPS ഈസ് സിംപ്ലി ദ ക്വാണ്ടിറ്റി ആൻഡ് ടൈമിംഗ് ഓഫ് ഓൾ ദി എൻഡ് ഗുഡ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഓവർ എ സ്പെസിഫിക് ടൈം പീരീഡ്. എന്താ ഇവിടെ പറയുന്നത്? ഇറ്റ് ഈസ് സിംപ്ലി the quantity and timing of all the end goods to be produced over a specific time period. ഒരു കൃത്യമാർന്ന സമയത്തിനുള്ളിൽ നമുക്ക് എത്രത്തോളം പ്രോഡക്റ്റുകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്നും അതേപോലെ തന്നെ എത്ര എണ്ണം, അല്ലേ, അതിൻ്റെ എത്ര ടൈമിംഗ് എടുക്കും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് MPS. ISF പറയുന്നത് എന്താണ്? ഇൻവെൻട്രി സ്റ്റാറ്റസ് ഫയൽ പറയുന്നത് എന്താണ്? കണ്ടെയ്ൻസ് ഇമ്പോർട്ടൻറ്റ് റിയൽ ടൈം ഇൻഫോർമേഷൻ ഓൺ എ കമ്പനീസ് ഇൻവെൻട്രി. കൃത്യമായിട്ടുള്ള ലൈവായിട്ടുള്ള നേരിട്ടുള്ള റിയൽ ടൈമായിട്ടുള്ള ഇൻവെൻട്രിയുടെ വിവരങ്ങൾ നമുക്കിതിലൂടെ അറിയാനായിട്ട് പറ്റും. ഇറ്റ് ലെറ്റ് മാനേജേഴ്സ് നോ വാട്ട് ദേ ഹാവ് ടു ഹാൻഡ്, വേർ ദാറ്റ് ഇൻവെൻട്രി ഈസ് ആൻഡ് ദി ഓവറോൾ സ്റ്റാറ്റസ് ഓഫ് ദ ഇൻവെൻട്രി. എവിടെയാണ് കുറവ് വരുന്ന ഇൻവെൻട്രി വരുന്നത്, അത് എവിടെയാണത് നമുക്ക് അനുഭവപ്പെടാൻ പോകുന്നത്, എങ്ങനെയാണ് അനുഭവപ്പെടാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നു ഇൻവെൻട്രി സ്റ്റാറ്റസ് ഫയലിലൂടെ. ആൻഡ് ലാസ്റ്റ് വൺ, ബിൽ ഓഫ് മെറ്റീരിയൽസിലൂടെ ഈസ് എ ഡീറ്റെയിൽ ലിസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, കമ്പോണൻസ് ആൻഡ് അസംബ്ലീസ് റിക്വയർഡ് ടു കൺസ്ട്രക്റ്റ്, മാനുഫാക്ചർ ഓർ റിപ്പയർ എ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഡീറ്റെയിൽ ലിസ്റ്റ് ഓഫ് എന്തെല്ലാം മെറ്റീരിയൽസാണ് BOMലൂടെ എന്തെല്ലാം മെറ്റീരിയൽസാണ് അതിൽ കൂടിച്ചേർന്നിട്ടാണ് ആ പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്, എന്തെല്ലാം കമ്പോണൻറ്റുകളുടെ ആവശ്യകതകൾ വരുന്നുണ്ട്, അസംബ്ലീസ്, അല്ലേ, അതായത് ഇതെല്ലാം ഈ പ്രോഡക്റ്റ് ഇതെല്ലാം നമ്മൾ അസംബിൾ ചെയ്തിട്ടാണല്ലോ ഒരു പ്രോഡക്റ്റിലേക്ക് എത്തിപ്പെടുക എന്നുള്ള വിശദമായ ഡീറ്റെയിൽസ് ഇവിടെയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ നേരത്തെ ആ പിക്ചറിൽ ഞാൻ വീണ്ടും കൊണ്ടുവരികയാണ്. ഈ 3 കാര്യങ്ങൾ, മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ, ഇൻവെൻട്രി സ്റ്റാറ്റസ് ഫയൽ, ബിൽ ഓഫ് മെറ്റീരിയൽ, ഈ 3 കാര്യങ്ങളെല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു MRP പ്ലാനിങ് വർക്കൗട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. സോ താങ്ക് യു എവരി വൺ മൈ ഡിയർ സ്റ്റുഡൻസ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് MRP എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. മറക്കരുത്, MRP ഈസ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്, how much materials that a company is needed to
ടു റൺ ദ പ്രൊഡക്ഷൻ എന്നുള്ള കാര്യമാണ് നമ്മൾ MRPയിൽ നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ സിസ്റ്റം വിച്ച് ഹെൽപ്പ് ടു മേക്ക് ദ പ്രൊഡക്ഷൻ മോർ സ്മൂത്ത്ലി ആൻഡ് എഫക്റ്റീവ്ലി. താങ്ക് യു എവരി വൺ.